മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമായി മാറിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അൻസിബയെക്കുറിച്ച്. അപ്പോൾ തന്നെ ആരാധകർക്കത് പ്രീതി എത്രമാത്രം ഉണ്ടെന്നും മനസ്സിലാകുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് അൻസിബ ഹസൻ. ദൃശ്യം എന്നൊരൊറ്റ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്താൻ അൻസിബയ്ക്ക് സാധിക്കുകയും ചെയ്തു. അഭിനയത്തിനു പുറമെ അവതാരകയായും റേഡിയോ ജോക്കിയായും തിളങ്ങുന്ന അൻസിബയുടെ ജീവിതം പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാൻ പഠിപ്പിക്കുന്ന ഒരു മികച്ച പാഠമാണ് എന്നുകൂടി പറയാം. കോഴിക്കോട് ജില്ലയിലാണ് അൻസിബ ജനിച്ചത്. ഹസൻ, റസിയ എന്നിവരാണ് മാതാപിതാക്കൾ. 6 മക്കളുള്ള വലിയൊരു കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് അൻസിബ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അൻസിബ സിനിമ എന്ന വലിയ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയ അൻസിബ പഠനകാലത്ത് തന്നെ കലാരംഗത്തും അവതരണത്തിലുമെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പിന്തുണയാണ് കലാരംഗത്ത് സ്വന്തമായൊരിടം കണ്ടെത്താൻ അവർക്ക് കരുത്തായി മാറിയത്. ചെറിയ വേഷങ്ങളിലൂടെയും അവതാരകയായും അൻസിബ കരിയർ ആരംഭിച്ചതെങ്കിലും 2013 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ദൃശ്യം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അതിൽ മോഹൻലാലിന്റെ മകളായ അഞ്ജു എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പിന്നീട് തമിഴിലും മലയാളത്തിലും നിരവധി ചിത്രങ്ങളിൽ പങ്കെടുത്തുവെങ്കിലും ദൃശ്യത്തിന് സമാനമായൊരു വിജയം സിനിമയിൽ അവർക്ക് ലഭിച്ചില്ല. എന്നാൽ സിനിമയിലെ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ തോറ്റുകൊടുക്കാൻ അൻസിബ തയ്യാറായില്ല. ടെലിവിഷൻ അവതാരകയായും പിന്നീട് റേഡിയോ ജോക്കിയായും തൻ്റെ കരിയർ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചു. സ്വന്തം കഴിവിലെ ഈ തീരുമാനം അവരുടെ പോസിറ്റീവ് മനോഭാവത്തെ വലിയൊരു ഉദാഹരണമാണ്. അടുത്ത കാലത്ത് അൻസിബ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ബിഗ് ബോസ് വീടിനുള്ളിൽ അവരുടെ പ്രകടനം, ശക്തമായ നിലപാടുകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷോയിലെ ചില നിലപാടുകളുടെ പേരിൽ അൻസിബയെ കടുത്ത സൈബർ അറ്റാക്കുകളും ട്രോളുകളും നേരിടേണ്ടി വന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണങ്ങൾ തുടർന്നു. വലിയൊരു ബ്രേക്ക് ലഭിച്ചിട്ടും മലയാള സിനിമയിൽ തനിക്ക് അർഹിച്ച അവസരങ്ങൾ ലഭിച്ചില്ല എന്നൊരു സങ്കടം കൂടി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് അൻസിബ. ഇപ്പോൾ പല രീതിയിലാണ് അൻസിബയുടെ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. അമ്മ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തന്നെ അൻസിബയുടെ വാർത്തകൾ ഒരുപാട് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അൻസിബ ഹസൻ എന്ന പെൺകുട്ടിയും ശ്വേത മേനോൻ അടക്കം ടീനേറ്റോം അടക്കം നിരവധി പേരുടെ രീതിയിൽ തന്നെ താൻ പരാതി കൊടുക്കുമെന്നും തനിക്ക് പരാതി ഉണ്ടെങ്കിൽ പറയാൻ യാതൊരു മടിയുമില്ല എന്ന് അൻസിബ പറഞ്ഞതും വളരെയധികം ചരിത്രമായി മാറി. അത്രയും വലിയ രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു അസോസിയേഷനെതിരെ പോകാൻ ഈ 34 വയസ്സുകാരി കാണിച്ച ധൈര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. ജിഹാദിയാക്കിയും പലരും പല രീതിയിൽ തന്നെ ക്രൂശിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറിയെന്നും പറയുന്നുണ്ട് അൻസിബ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും വളരെയധികം വെളിപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അൻസിബ ഹസൻ എന്ന നടിയെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ പോരാളി എന്ന് എല്ലാവരും വിളിക്കുകയും അൻസിബയുടെ ധൈര്യം കൊണ്ട് മാത്രം പലതും ആ അസോസിയേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും സാധിക്കുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.